നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശത്തോടെ പ്രചാരണം അവസാനിപ്പിച്ച് മുന്നണികൾ. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. വോട്ടെടുപ്പ് ബുധനാഴ്ച. കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരു വേദിയിൽ. ശ്രീകൃഷ്ണപുരത്താണ് ഇരുവരും ഒരുമിച്ച് വേദി പങ്കിട്ടത്. സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ ചേർത്ത് പിടിക്കുമെന്ന് കെ മുരളീധരൻ. താനേറെ ബഹുമാനിക്കുന്ന നേതാവാണ് കെ മുരളീധരൻ എന്ന സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം മുൻകൂട്ടി പ്ലാൻ ചെയ്തതെന്നാണ് വ്യക്തമാക്കുന്നതെന്ന് തച്ചനാട്ടുകരയിലെ BJP നേതൃത്വം. സന്ദീപിന്റെ കെട്ടിടത്തിൽ നിന്നും BJP ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. ചെർപ്പശ്ശേരി മാങ്ങോട് വീട്ടമ്മ കുത്തേറ്റ് മരിച്ചു. പൊന്നാനി പെരുമ്പടപ്പ് സ്വദേശി 50 വയസ്സുള്ള സുനിതയാണ് മരിച്ചത്. സുനിതയെ കുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് സത്യൻ പോലീസ് കസ്റ്റഡി. വാണിയംകുളം പനയൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം. വാഹനയാത്രക്കാർക്കും തെരുവുനായ്ക്കൾ ഭീഷണിയാകുന്നു. സ്കൂൾ വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്നത് പേടിയോടെ. വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശത്തോടെ പ്രചാരണം അവസാനിപ്പിച്ച് മുന്നണികൾ. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. ഒരു മാസത്തോളം നീണ്ട വീറും വാശിയും നിറഞ്ഞു നിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് കൊട്ടിക്കലാശത്തോടെ സമാപനമായത്. ഉത്സവ പ്രതീതിയിലാണ് 3 മുന്നണികളും പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത്. കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തകരും കൊട്ടിക്കലാശത്തിന് ആവേശം പകരാൻ പാലക്കാട് എത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നഗരം 3 മുന്നണികളുടെയും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു. തുടർന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ പാട്ടും നൃത്തവുമെല്ലാമായി പാലക്കാട് ഇതുവരെ കാണാത്ത ആവേശ പ്രചാരണമാണ് നഗരത്തിൽ നടന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസും നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. വാക്പോരും വിവാദങ്ങളും കളംമാറ്റവും കണ്ട പാലക്കാട് ഒട്ടേറെ ടെസ്റ്റുകൾക്കൊടുവിലാണ് ബുധനാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചാരണത്തിൻ്റെതാണ്. അതിനു മുമ്പും എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പരസ്യ പ്രചാരണം കൊടിയിറങ്ങുമ്പോൾ 3 മുന്നണികളും പാലക്കാട് വിജയം അവകാശപ്പെട്ട രംഗത്തുണ്ട്. കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരു വേദി. തിങ്കളാഴ്ച നടന്ന ശ്രീകൃഷ്ണപുരം മൾട്ടിപർപ്പസ് സഹകരണ സംഘം പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത്. പൂർണ്ണമായും കോൺഗ്രസുകാരനായി മാറിയ സന്ദീപ് വാര്യരെ ചേർത്ത് പിടിക്കുമെന്ന് കെ മുരളീധരൻ തന്റെ ഇഷ്ടനേതാവെന്ന് സന്ദീപ് വാര്യരും പറഞ്ഞു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരുമിച്ച് പങ്കെടുത്തത്. സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിക്കാൻ മുൻകൈയെടുത്ത KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, P ഗിരീശൻ, K രാമകൃഷ്ണൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ചടങ്ങിൽ വച്ച് K കരുണാകരനെ വാനോളം പുകഴ്ത്തിയ സന്ദീപ് വാര്യർ തനിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവാണ് കരുണാകരനെന്നും K കരുണാകരൻ തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ള നേതാവായിരുന്നു എന്നും പറഞ്ഞു. കലൂർ സ്റ്റേഡിയം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ ചിലതുമാത്രമാണ്. 92-ൽ കേരളം സന്തോഷ് ട്രോഫി നേടിയപ്പോൾ മുളകൊണ്ടുള്ള ഗാലറിയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കരുണാകരൻ പ്രഖ്യാപിച്ചതായിരുന്നു 1 വർഷത്തിനുള്ളിൽ നല്ലൊരു സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന്. ആനയെയും കടലിനെയും മോഹൻലാലിനെയും K മുരളീധരനെയും എത്ര കണ്ടാലും മതിവരില്ലെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. K മുരളീധരൻ എന്ന വാക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്നും മുരളീധരന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. രാഷ്ട്രീയ നേതാവ് തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ളയാളായിരിക്കും. അതിന്റെ ശരിതെറ്റുകൾ, അതിന്റെ വരുംവരായ്മകളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ആ തീരുമാനമെടുക്കാനുള്ള ശേഷിയാണ് ഒരു ഭരണകർത്താവിനെ മികച്ചവനാക്കുന്നത്, ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയാണ് കലൂരിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടായത്, അങ്ങനെയാണ് കൊച്ചിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടായത്, അങ്ങനെയാണ് കേരളത്തിൽ നിരവധിയായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ടത്. വിമർശനങ്ങൾ ഉണ്ടാകാം, എതിരാളികൾ കൂരമ്പുകൾ ചെയ്യാം, എതിരാളികൾ വിമർശന ശരങ്ങൾ കൊണ്ട് നമ്മളെ പിച്ച് ചീന്താം, ആരോപണ ശരങ്ങൾ കൊണ്ട് പിച്ച് ചീന്താം. പക്ഷേ
ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ കർത്തവ്യമെങ്കിൽ, അതാണ് ഉറച്ച നേതൃത്വമെങ്കിൽ, ആ നേതൃത്വത്തിന്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നത് ലീഡർ കെ കരുണാകരനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് ഓർമ്മയുണ്ട് 92-ലാണെന്ന് തോന്നുന്നു സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെ താൽക്കാലികമായ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. കേരളം ഫൈനലിൽ ജയിക്കുന്നു. ആവേശകരമായ കളിയാണ്, ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആവേശകരമായ കളി ജയിക്കുന്നു. എന്റെ ഓർമ്മ ചെയ്യണമെങ്കിൽ അതിന്റെ സെമി ഫൈനലിൽ CV പാപ്പച്ചൻ അടിച്ച 2 ഗോളുകൾ ഒരുപക്ഷം സിനദിൻ സിദാനയെ പോലും വെല്ലുന്ന 2 ഗോളുകളായിരുന്നു. ഞാൻ പിന്നീട് CV പാപ്പച്ചൻ സാറിനത് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്ദീപ് ഇത്ര ഓർമ്മിച്ച് വെക്കുന്നുണ്ട്, കാരണം ഞാൻ വലിയ ആവേശത്തോടെ കണ്ടതാണ്. ആ ഫൈനലിൽ കേരളത്തിന് കപ്പ് കൊടുത്ത ശേഷം അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ പ്രഖ്യാപിക്കുകയാണ്, എന്നും ഇങ്ങനെ ഈ മുള കൊണ്ട് കെട്ടിയ സ്റ്റേഡിയത്തിൽ കളി കണ്ടാൽ പോരാ, കേരളത്തിനൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്. ഞാൻ പ്രഖ്യാപിക്കുന്നു, 1 വർഷത്തിനകം കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകുമെന്ന് ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, കൊച്ചി അത് നിർമ്മിച്ചു കാണിച്ചു. അതാണ് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം. ഇന്ന് നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് കളി കാണാൻ പോകുന്നില്ലേ, അല്ലെ? ISLന്റെ മാച്ച് നടക്കുമ്പോൾ കുട്ടികൾ കളി കാണാൻ പോകുന്നു, അന്താരാഷ്ട്ര മാച്ചുകൾ നടക്കുന്നു. കേരളത്തിന്റെ അഭിമാനമായിട്ട് മാറിയില്ല ഇന്നത്തെ യുവാക്കൾക്ക്. അതിനുശേഷം ഇവിടെ വേറെ എന്താ ഉണ്ടായിട്ടില്ല. ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപെടേണ്ടതെന്ന് കാണിച്ചു തന്നൊരു നേതാവായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ മകനാണ് ശ്രീ കെ മുരളീധരൻ. അദ്ദേഹം, ഞാൻ പറയുകയാണെങ്കിൽ, ഈ നമ്മൾ സാധാരണ പറയും കടല്, ആന, പിന്നെ മോഹൻലാൽ, എത്ര കണ്ടാലും മടുക്കില്ല. പക്ഷെ 4ാമതൊന്നും കൂടിയുണ്ട്, കെ മുരളീധരൻ. കടല്, ആന, മോഹൻലാൽ, കെ മുരളീധരൻ, ഈ 4 പേരെ എത്ര കണ്ടാലും മലയാളികൾ മടുക്കില്ല. അതുകൊണ്ട് കെ മുരളീധരൻ എന്ന വാക്ക്, കെ മുരളീധരൻ എന്ന നാമം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചെത്തിയ സന്ദീപിനെ അംഗീകരിക്കുമെന്നും ചേർത്ത് നിർത്തുമെന്നും കെ മുരളീധരനും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിച്ചു. BJP-ക്കാർ കോൺഗ്രസിലേക്ക് വരുന്നതിനെ എതിർക്കേണ്ട ആവശ്യമില്ല, എല്ലാം തുറന്നു പറയുന്ന ആളാണ് താനെന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയോടൊപ്പം അദ്ദേഹത്തിന് ഇനിയുള്ള സേവനം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ നേതാവിന് ഞങ്ങൾ നൽകുന്ന ഒരു കരുത്താണ്. സന്ദീപ് സ്നേഹത്തിന്റെ കടയിൽ എന്നും ഉണ്ടാവണം എന്ന് പറഞ്ഞു, അതിനെന്തെങ്കിലും ഉപദേശം കൊടുക്കുന്നുണ്ടോ? അത് അദ്ദേഹം എന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്താണ് ഈ സന്ദീപിന്റെ വരവിലോടുകൂടി എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? അല്ല, കോൺഗ്രസിന് ഒരാൾ എല്ലാവരും BJP-യിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞു. അതല്ല, BJP-ന്ന് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ആൾ വരുന്നത്, അതിപ്പോ വ്യക്തമായില്ല. ഇനിയും വരുന്നതാണ് പ്രതീക്ഷ. പിന്നെ ധാരാളം പേര് വരും. അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. പാർട്ടിയുടെ ഒരു അസറ്റായി അദ്ദേഹം നിൽക്കും. ശ്രീ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. കാരണം ഇന്ത്യയുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ അദ്ദേഹത്തിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. അതൊക്കെ തീരും. അത് പറഞ്ഞല്ലോ, മറ്റേ ഒരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഞാൻ ചിലത് തുറന്നു പറയുന്ന ആളാണ്. പക്ഷെ തുറന്നു പറഞ്ഞാലും പാർട്ടി തീരുമാനം അംഗീകരിക്കുക മാത്രമല്ല, ഈ സന്ദീപ് വാര്യർ തന്നെ പൂർണ്ണമായിട്ടൊരു കോൺഗ്രസ്സുകാരനായി മാറിക്കൊഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ ചേർത്ത് എന്തായാലും ഞാൻ എന്ത് വന്നാലും കോൺഗ്രസ് വിടില്ല. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത്, എന്ത് വന്നാലും ഞാൻ എന്ത് കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പോ ശ്രീ സന്ദീപ് വാര്യർ കൂടെ വന്നപ്പോ ഞങ്ങളുടെ കുടുംബത്തിനൊരു കരുത്ത്. ഇതൊരു സ്ട്രൈക്കും അല്ല, ഞങ്ങളുടെ പാർട്ടി എല്ലാ കാലത്തും കോൺഗ്രസ് നടത്തുന്നു. സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു എന്നാണ് വ്യക്തമാകുന്നതെന്ന് തച്ചനാട്ടുകരയിലെ BJP നേതൃത്വം. പ്രസ്ഥാനത്തെ കണ്ടു വളർന്നവരാണ് തങ്ങളെന്നും വ്യക്തിയെ കണ്ടല്ലെന്നും BJP നേതാക്കൾ ചെത്തല്ലൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സന്ദീപിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന BJP ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പോകുന്ന പ്രസ്ഥാനമാണ് BJP. എന്നാൽ അതിന് വഴങ്ങാതിരുന്നത് കോൺഗ്രസിൽ ചേരാനുള്ള പ്ലാനായിരുന്നോ എന്ന സംശയമുണ്ടെന്ന് ശ്രീകൃഷ്ണപുരം മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ പറഞ്ഞു. ചെറിയ നിസ്സാര എന്തെങ്കിലും ഒരു കാരണം മാത്രം എന്ന് അറിയാനേ പറ്റുള്ളൂ. ഇതൊക്കെ പരിഹരിക്കാവുന്ന ഒരു വിഷയങ്ങളെ ആയിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ ചെറിയ വിഷയങ്ങളൊക്കെ സംഘടനാ നേതൃത്വങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തോട്ട് അദ്ദേഹം അതിനൊന്നും വഴങ്ങാതെ ഇരുന്നത് കൊണ്ട് ഉള്ളൊരു സംശയമാണ്. അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ സംഘടനയിൽ എല്ലാവിധത്തിലും പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സംഘടന ആണ്
ഈ സംഘപരിവാർ പ്രസ്ഥാനം. അതിലൊട്ടും സംശയമില്ല. BJP എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിട്ടുണ്ട്. വ്യക്തി താൽപ്പര്യത്തിനു വേണ്ടി പോയതാവാം അദ്ദേഹമെന്ന് BJP തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുരളി വടക്കേക്കര പറഞ്ഞു. പ്രസ്ഥാനത്തെ കണ്ട് വളർന്നവരാണ്, ഒരു വ്യക്തിയല്ല പ്രസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ നിന്നും ഓരോ വ്യക്തിയും വ്യക്തി താല്പര്യത്തിന് വേണ്ടി പോയതായിരിക്കാം. കാരണം ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒപ്പം നിൽക്കുന്നവരേക്കും പ്രസ്ഥാനം അദ്ദേഹത്തിന് എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പ്രശ്നങ്ങളും വരുമ്പോഴും അതിനൊക്കെ തരണം ചെയ്ത് പാർട്ടി ഒപ്പം നിർത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തെ. ഇന്ന് വരയ്ക്കും അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഒരു സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഇലക്ഷൻ കഴിയുന്നവരേക്ക്. പാർട്ടി ഒരു ഇലക്ഷന് നേരിടുന്ന സമയമാണ്. ആ ഇലക്ഷൻ കഴിയുന്നവരേക്ക് അദ്ദേഹത്തോട് മറ്റ് ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പ്രസ്ഥാനത്തിന് കീഴിൽ നിൽക്കാൻ വേണ്ടി പ്രസ്ഥാനത്തിന് മുതിർന്ന നേതാക്കന്മാർ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. ആ കാത്തുനിൽപ്പിന് സമയമില്ലാതെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരവസരം അദ്ദേഹം പ്രസ്ഥാനത്തു നിന്നും വിട്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP തച്ചനാട്ടുകര നേതൃയോഗത്തിന് ശേഷമാണ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത്. തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു, മോഹനൻ പിള്ള, ശാന്ത ടീച്ചർ, അഖിൽ ദേവ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ചെത്തല്ലൂരിൽ സന്ദീപിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന BJP ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. ചെറുപ്പശ്ശേരി മാങ്ങോട് വീട്ടമ്മ കുത്തേറ്റ് മരിച്ചു. പൊന്നാനി പെരുമ്പടപ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനിത ആണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഭർത്താവ് സത്യനാണ് സുനിതയെ കുത്തിയതെന്ന് മകൻ പറഞ്ഞു. സംഭവശേഷം ഒളിവിൽ പോയ സത്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. ചെറുപ്പശ്ശേരി മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപം 3 മാസമായി സ്ഥലം വാങ്ങി ഷെഡ് കെട്ടി താമസിച്ചു വരികയായിരുന്ന പൊന്നാനി പെരുമ്പടപ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനിതയ്ക്ക് തിങ്കളാഴ്ച രാവിലെ 6 വീട്ടിൽ വച്ച് കുത്തേറ്റത്. ബഹളം കേട്ട് വീട്ടിലുണ്ടായിരുന്ന മകൻ സഞ്ജയ് എത്തിയപ്പോൾ അമ്മ കുത്തേറ്റ് വീണ നിലയിലായിരുന്നു. വാരിയിലും മാറിലും കുത്തേറ്റ സുനിതയെ ഉടൻ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അച്ഛൻ സത്യനാണ് കുത്തിയതെന്ന് അമ്മ തന്നോട് പറഞ്ഞെന്ന് സഞ്ജയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സഞ്ജയ് പറയുന്നത് ഇങ്ങനെ: ഞാൻ രാവിലെ ഒരു ശബ്ദം കേട്ട് എണീറ്റപ്പോഴാണ് അമ്മ അവിടെ കിടക്കുന്ന കാണുന്നത്. അപ്പം അമ്മേനെ തട്ടി വിളിച്ച് നോക്കി. അപ്പം അമ്മ പറഞ്ഞു, ആളെന്നെ കുത്തിയിട്ട് ഓടി മോനെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അവിടെ അടുത്തുള്ള ഏട്ടനെ വിളിച്ച് വണ്ടി വിളിച്ചപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊടുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ കാര്യങ്ങളും മാറിയത്. അച്ഛൻ ഞങ്ങളെ കൂടെ അല്ല താമസിക്കുന്നത്. അപ്പോൾ അച്ഛനവിടെ പ്രശ്നങ്ങളൊക്കെ ആയ കാരണം, വീടൊക്കെ വിറ്റ് പ്രശ്നങ്ങളായ കാരണം ഞാനും അമ്മയും കൂടി ഒരു 3 മാസത്തോളം ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത്, ഇവിടെ മാങ്ങോട് ഭാഗത്ത്. അത് കുറേ മുന്നുള്ള പ്രശ്നങ്ങളാണ്, അത് വിഷയങ്ങളാണ്. മുന്നേ ഉണ്ടായിരുന്നു, ചെയ്യുന്നൊക്കെ മുന്നേ പറയലുണ്ടായിരുന്നു. ഡിവോഴ്സൊന്നുമല്ല, അങ്ങനെയുള്ള കേസുകളൊന്നുമില്ല. അച്ഛൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം കാരണം മാറിയതാണ്. ആളത്ര ശരിയല്ല, അതന്നെ പ്രശ്നം. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ഞാനൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ ജസ്റ്റ് എണീറ്റ് നോക്കിയതാണ്. അപ്പം ഞാൻ നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ താഴത്ത് കിടക്കുന്ന കണ്ടു. അപ്പം അമ്മേനെ തട്ടി വിളിച്ചപ്പോഴാണ് അമ്മ ഈ കാര്യം പറയുന്നത് എന്നോട്. എന്നെ കുത്തിയിട്ട് ബ്ലഡ് കണ്ടപ്പോഴാണ് ചോദിക്കുന്നത് എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ എന്നെ കുത്തിയിട്ട് ഓടി മോനെന്ന് പറഞ്ഞു. നൈറ്റ് എപ്പോഴേലും വന്നിട്ടുണ്ടാവും, രാത്രി എപ്പോഴാണ് വന്നെന്ന് അറിയില്ല. പുലർച്ചെയാണ്, 5:45 കണ്ടാണ് സംഭവം. എണീക്കാനുള്ള സമയം അതാണ്. നമ്മളെ ഹാളില് ഭാഗത്ത് തന്നെ, വീടിൻ്റെ ഹാളില്. പുറത്ത് വെച്ചിട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല എന്താണ്. എൻ്റെ വണ്ടിയുടെ അവിടെ മുറ്റത്തൊക്കെ ബ്ലഡ് കിടക്കണ കാണാനുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇതാക്കിയിട്ട് എന്നെ വിളിക്കാൻ ഉള്ളോട്ട് കയറിയതാണോന്ന് സംശയം ഉണ്ടെങ്കിൽ. അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്ന മാതിരി, ഉള്ളോട്ട് വന്ന മാതിരിയാണ് അമ്മ കിടന്നിരുന്നത്. ബോധം ഉണ്ടായിരുന്നു, ഒരുവിധം ബോധം ഉണ്ടായി. ഞാൻ തട്ടി വിളിക്കുമ്പോൾ ബോധം ഉണ്ടായിരുന്നു, ഇവിടേക്ക് എത്തിക്കുമ്പോഴും ബോധം ഉണ്ടായിരുന്നു. ഇവിടേക്ക് തന്നെ കൊടുന്ന എന്ത് 5:45 അപ്പം തന്നെ വിളിച്ചു. അപ്പോൾ വണ്ടി വന്നു, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ചെറുപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സത്യനെ പട്ടാമ്പിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നിഗമനം. സുനിതയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. സൂര്യ, സംഗീത എന്നിവരും ഇവരുടെ മക്കളാണ്. CPM മഞ്ചേരി ഏരിയ സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും. കീഴാറ്റൂർ അക്കപ്പറമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ
കുട്ടിയാപ്പൂ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു. കീഴാറ്റൂർ ആക്കപ്പറമ്പിൽ ശനിയാഴ്ച തുടങ്ങിയ CPIM മഞ്ചേരി ഏരിയ സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. മുതിർന്ന അംഗം അസീൻ കാരാട് പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു. പല രീതിയിലുള്ള അക്രമോത്സുകമായ രാഷ്ട്രീയ അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൻ്റെ തൊട്ടാണ് അമേരിക്കയിൽ വീണ്ടും ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ നമുക്കറിയാം തീവ്രമായ രൂപത്തിലേക്കുള്ള വലതുപക്ഷ ആശയവും അതുപോലെ തന്നെ കോർപ്പറേറ്റ് നയത്തിന് അതിവേഗത്തിൽ ലോകത്തേക്ക് കടന്നു കയറാനും അത് ലോകത്തിൻ്റെ ആകെ മേലെ അടിച്ചേൽപ്പിക്കാനും ഏകലോക ക്രമത്തിന് എതിരായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്താനും ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം വിറ്റ് ലാഭമുണ്ടാക്കുന്ന രാജ്യം എന്നുള്ള നിലക്കും കോർപ്പറേറ്റ് മുതലാളി എന്നുള്ള നിലക്ക് ആയുധ കച്ചവടക്കാരനായിട്ടുള്ള ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ മുതലാളി എന്നുള്ള നിലക്കുമൊക്കെ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ അഗ്രസീവായി കൂടുതൽ തീവ്രമായി ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അഡ്വക്കേറ്റ് ഫിറോസ് ബാബു, വി അജിത് കുമാർ, KM ഷാനവാസ്, സിമി മറിയം എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. ഏരിയ സെക്രട്ടറി PK മുബഷിർ പ്രവർത്തന റിപ്പോർട്ടും P ജിജി രക്തസാക്ഷി പ്രമേയവും KP മധു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P ശ്രീരാമകൃഷ്ണൻ, TK ഹംസ, V ശശികുമാർ, KP സുമതി, P രാധാകൃഷ്ണൻ, V രമേശൻ, VP അനിൽ, M രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച ചർച്ചയ്ക്ക് മറുപടി, പുതിയ ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പ്, ജില്ലാ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കൽ, ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം, പ്രമേയാവതരണം എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. ഇടവേള. വാർത്തകൾ തുടരുന്നു. റെഡ് വോളണ്ടിയർ മാർച്ചിന്റെയും പ്രകടനത്തിന്റെയും അകമ്പടിയോടെ CPM മണ്ണാർക്കാട് ലോക്കൽ സമ്മേളനത്തിന് സമാപനം. പൊതുസമ്മേളനം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. സരിൻ അവരുടെ സഹപ്രവർത്തകരായിരുന്നു. സ്വന്തം സഹപ്രവർത്തകരെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോ ഓടിച്ചെന്ന് കൈ നീട്ടി. ഷാഫി കൈ കൊടുത്തോ? രാഹുൽ കൈ കൊടുത്തോ? കൈ കൊടുത്തില്ല എന്ന് മാത്രമല്ല, മുഖം തിരിച്ച് അങ്ങോട്ട് പോയി. പക്ഷെ ഇന്നലെ ഷാഫിയും രാഹുലെല്ലാം കൂടി സന്ദീപ് വാര്യരെ കെട്ടിപ്പുണരുന്ന ചിത്രം, വീഡിയോ നമ്മൾ കാണുകയാണ്. മുസ്ലിങ്ങളെ കൂട്ടത്തോടെ വേട്ടയാടണം, അവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം, 100-300 എണ്ണത്തിനെ ചുട്ടുകൊല്ലണം എന്നെല്ലാം പറഞ്ഞ സന്ദീപ് വാര്യർക്ക് നല്ല ആലിംഗനം കൊടുക്കാൻ മടിയില്ലാത്ത ആളുകൾ. കോടതിപ്പടിയിൽ നിന്ന് ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും ചന്തപ്പടിയിലെ സീതാറാം യെച്ചൂരി നഗറിൽ സമാപിച്ചു. 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ലോക്കൽ സെക്രട്ടറി K മൻസൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അജീഷ്, E മുഹമ്മദ് ബഷീർ എന്നിവർ പ്രസംഗിച്ചു. 100-ലേറെ അംഗങ്ങൾ പങ്കെടുത്ത റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം സമ്മേളനം കരിമ്പുഴയിൽ നടന്നു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ സർക്കാരിനെ സേവിച്ച പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച് വാർദ്ധക്യകാലത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് വലിയ ക്രൂരതയാണെന്ന് KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടിലാണ് പലകാലം പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച അത് 100% ആത്മാർത്ഥത്തോടെ ചെയ്യാനുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. വാഴക്കട്ടം പറയാനിട്ടല്ല, ഞങ്ങളിന്ന് രാവിലെ വന്നിട്ട് പോകാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് അവസാനത്തെ സ്കോഡാണ്. 9 മണിക്ക് സ്കോഡ് പോകാൻ ഞാൻ എല്ലായിടത്തും വന്നവർ ഒരുപാട് പേരുകൾ വന്നിരിക്കുക. കണ്ണൂരിൽ നിന്ന് ഒരു ബസ് നിറച്ച ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് പറഞ്ഞു വിടാതെ
നമ്മൾ KSSB സമ്മേളനത്തിൽ വരുന്നത് ശരിയല്ലല്ലോ. ഇവിടെ വന്നാലും അതിനും കുഴപ്പമില്ല. അപ്പോഴത്തേനും വീണ്ടും ആളുകൾ അപ്പോൾ UDF ചെയർമാൻ്റെ കൂടെ രാവിലെ മുതലേ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു എന്നോട്, എനിക്ക് ആശംസ പറയാൻ തോന്നുന്നുണ്ട്, പക്ഷേ നിങ്ങളെ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണ് KSSBയുടെ ഈ ഒറ്റപ്പാലം കമ്മിറ്റി ആളുകൾ. അതുകൊണ്ട് ആ സാന്നിധ്യം ഉറപ്പാക്കാൻ നിങ്ങൾ എന്തായാലും പോകണമെന്ന് അദ്ദേഹം വാശി പിടിച്ചപ്പോൾ DC പ്രസിഡന്റിനെ കാണാൻ നിങ്ങൾ പോയി. നിയോജകമണ്ഡലം പ്രസിഡന്റ് KP മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VD മണികണ്ഠൻ, ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M പോൾ, ചിറ്റൂർ മണി, KK ശൈലജ, KV രാമചന്ദ്രൻ, U കുഞ്ഞായ്മു, K ശിവദാസൻ, A ജയറാം, O ഗോപാലകൃഷ്ണൻ, ജോർജ് ജോസഫ്, N നാരായണൻകുട്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, UDF ചെയർമാൻ P ഗിരീശൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, P മോഹനൻ, VK വാസുദേവൻ, GK ബാബുനാരായണൻ, PP രാധാകൃഷ്ണൻ, A വിജയകുമാർ, PR മുരളി, C മാധവിക്കുട്ടി, A ജ്ഞാനാംബിക, ഓമന ഉണ്ണി, M നാരായണൻകുട്ടി, PT തങ്കവേലു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി കരിമ്പുഴയിൽ പ്രകടനവും നടത്തി. വാണിയംകുളം പനയൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം. വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കുരച്ചു ചാടുന്ന തെരുവുനായ്ക്കൾ ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഏറെ ഭീഷണിയാക്കുന്നത്. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ ഹെലൻ കെല്ലർ സ്കൂൾ പരിസരം, റേഷൻ കട പരിസരം എന്നിവിടങ്ങളിലാണ് തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കുരച്ചു ചാടുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് ഏറെ ഭീഷണിയാകുന്നത്. തിങ്കളാഴ്ച രാവിലെ ഹെലൻ കെല്ലർ വളവിൽ തെരുവുനായ കുറുകെ ചാടി നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. വല്ലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് മറിഞ്ഞത്. ബൈക്കിലുണ്ടായിരുന്നവർക്ക് നിസാര പരിക്കുപറ്റി. പനയൂർ സ്കൂളിലേക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ കാൽനടയായി പോകുന്ന വഴിയും കൂടിയാണിത്. കുട്ടികൾക്കും തെരുവുനായ ശല്യം ഭീഷണിയാവുകയാണ്. മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ശുചിമുറി നിർമ്മിച്ചിട്ട് 9 വർഷം. ഇതുവരെയും ശുചിമുറിയിലേക്ക് വാട്ടർ കണക്ഷൻ ലഭിച്ചില്ല. ശുചിമുറി നിർമ്മിച്ച ശേഷം നഗരസഭയിൽ 2 ഭരണസമിതി അധികാരത്തിലെത്തിയിട്ടും ശുചിമുറി തുറന്നു കൊടുക്കാനായില്ല. 2014-15 സാമ്പത്തിക വർഷത്തിൽ മണ്ണാർക്കാട് പഞ്ചായത്തായിരുന്ന സമയത്താണ് മിനി സിവിൽ സ്റ്റേഷനിൽ ശുചിമുറി നിർമ്മിച്ചത്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന റഫീഖ് കുന്തിപ്പുഴ മുൻകൈയെടുത്താണ് ഇതിനുവേണ്ട തുക വകയിരുത്തിയത്. താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ 16 ഓഫീസുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത്രയും ഓഫീസുകളിലെ ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവരും സിവിൽ സ്റ്റേഷനുള്ളിലെ ശുചിമുറിയാണ് ഉപയോഗിക്കുന്നത്. ധാരാളം പേർ ഉപയോഗിക്കുന്നത് മൂലം ശുചിമുറിക്ക് സമീപത്തെ ഓഫീസുകളിലേക്ക് ദുർഗന്ധം വരുന്ന സ്ഥിതിയുണ്ട്. ഇത് കാരണം ചില സമയങ്ങളിൽ ശുചിമുറി അടച്ചിടേണ്ടി വരാറുണ്ട്. ഇത്തരം പ്രയാസം മനസ്സിലാക്കിയാണ് ശുചിമുറി നിർമ്മിച്ചത്. ശുചിമുറിയുടെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും 2015 പൂർത്തിയാക്കിയിരുന്നു. വൈദ്യുതിയും വെള്ളവും ലഭിച്ചിരുന്നില്ല. ഇതിനിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ തുടർ പ്രവർത്തനങ്ങൾ നടത്താനായില്ല. പിന്നീട് പഞ്ചായത്ത് നഗരസഭയായി മാറുകയും ചെയ്തു. പുതുതായി അധികാരത്തിലെത്തിയ ഭരണസമിതിയും അതുകഴിഞ്ഞെത്തിയ നിലവിലെ ഭരണസമിതിയും മിനി സിവിൽ സ്റ്റേഷനിലെ ശുചിമുറി വിസ്മരിച്ചു. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് കുന്തിപ്പുഴ പറഞ്ഞു. ഇതിനു മുമ്പുള്ള പല തഹസിൽദാർമാരോട് ഞാൻ നേരിട്ട് പോയി പറയുകയുണ്ടായി. ഒരു ലെറ്റർ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് കൈമാറുകയാണെങ്കിൽ അവിടുന്ന് ഒരു കമ്മിറ്റി തീരുമാനമെടുത്ത്, കൗൺസിൽ തീരുമാനമെടുത്ത് അത് കുടുംബശ്രീക്കോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്കോ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും വലിയ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത് മലമൂത്ര വിസർജനമാണ്. മറ്റെന്ത് കൊടുത്തിട്ടും നമ്മൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും ഈ ഒരു കാര്യത്തിന് പരിഹാരം കാണാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിനുവേണ്ടി ജനങ്ങളുടെ ആവശ്യം നിറവേറ്റലാണ് ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്ത കർമ്മം എന്നുള്ളത്. ഈ 2 വിഭാഗവും പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ ബ്യൂറോക്രാസിയായ ഉദ്യോഗസ്ഥന്മാരെയും ജോലി ചെയ്യുന്നത്. പക്ഷെ അവരവരെ ഉത്തരവാദിത്ത കർമ്മം നേരാവണ്ണം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അത് ശ്രദ്ധിക്കേണ്ടത് ജനപ്രതിനിധികളാണ്. ശുചിമുറി തുറന്നുകൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തഹസിൽദാർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് തഹസിൽദാർ അറിയിച്ചു. ശുചിമുറിയിലേക്ക് കണക്ഷൻ നൽകാൻ ആവശ്യമായ തുക വാട്ടർ അതോറിറ്റിയിൽ കെട്ടിവെച്ച് കത്ത് നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ അറിയിച്ചു.
അറിയിപ്പുകളെല്ലാം മുറയ്ക്ക് നടന്നെങ്കിലും നെട്ടോട്ടമോടുകയാണ് സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർ മുട്ട് തീർക്കാൻ. ഒരു കൂട്ടം അധ്യാപകരുടെ നേതൃത്വത്തിൽ കല്ലടിക്കോട് കേന്ദ്രമായി രൂപീകരിച്ച സമന്വയ കലാ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനോദ്ഘാടനം പ്രമുഖ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ വൈശാഖൻ നിർവഹിച്ചു. ഫ്രാൻസിസ് മഠത്തിൽ പറമ്പിൽ എഴുതിയ പുസ്തക പ്രകാശനവും ചടങ്ങിൽ നടന്നു. വിദൂരമായ അലച്ചിലുകൾ ചില പൊതുബോധ്യങ്ങളിലേക്കും നിർണയങ്ങളിലേക്കും മനുഷ്യരെ കൊണ്ടെത്തിച്ചത് സമർപ്പണവും സമന്വയവും സാംസ്കാരികതയുമായിരുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വൈശാഖൻ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംവാദങ്ങൾ കുറയുകയും വിവാദങ്ങൾ കൂടുകയും ചെയ്തിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ശരിക്കും ആശയപരമായിട്ട് നമ്മൾ പലരും പല തലത്തിലായിരിക്കും. അതിനൊരു കുഴപ്പമില്ല. അതിനാണ് വൈവിധ്യത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ബഹുസ്വരതയുടെ ഒരു നാടെന്ന് പറയുന്നു. ബഹുസ്വരത, നിരവധി വേഷങ്ങൾ, നിരവധി ആഹാര രീതികൾ, നിരവധി ആരാധനാലയങ്ങൾ, നിരവധി ദൈവങ്ങൾ, മതങ്ങൾ ഒക്കെ ഉള്ള ഒരു ദേശമാണ് നമ്മുടെ രാഷ്ട്രം. കല്ലടിക്കോട് AK ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സമന്വയ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷയായി. ഫ്രാൻസിസ് മഠത്തിൽ പറമ്പിൽ എഴുതിയ പീറ്റേഴ്സ്ബർഗിലെ ക്രിസ്തു എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രന് നൽകി വൈശാഖൻ പ്രകാശനം ചെയ്തു. പിന്നണി ഗായിക ഉത്തര പാട്ടത്തിൽ വിശിഷ്ടാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കോമളകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓമന രാമചന്ദ്രൻ, പ്രൊഫസർ മോഹൻദാസ്, CK രാജൻ, സമന്വയം സെക്രട്ടറി VP ജയരാജൻ, ട്രഷറർ KS സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നൃത്തപരിപാടി, P ഭാസ്കരൻ ഗാനമാലിക എന്നിവ നടന്നു. വൈഷ്ണവി ഉണ്ണികൃഷ്ണൻ നൃത്തം അവതരിപ്പിച്ചു. അശ്വിൻ രാജേഷ്, നിരഞ്ജൻ, രമേശ് ഐലൂർ, അനിഖ അനിൽ എന്നിവർ ഗാനം ആലപിച്ചു. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 62ാം വാർഷിക 60ാം സന്നദ്ധാന സമ്മേളനം ജനുവരി 1 മുതൽ 5 വരെ നടക്കും. വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ അത്യുന്നത മതകലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ 62ാം വാർഷിക 60ാം സന്നദ്ധാന സമ്മേളനം 2025 ജനുവരി 1 മുതൽ 5 കൂടിയ ദിവസങ്ങളിൽ നടക്കും. 25ഓളം സെഷനുകളിലായി നടക്കുന്ന വിവിധ പരിപാടികൾക്കും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പട്ടിക്കാട് ഫൈസാബാദ് വേദിയാകും. വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. ജാമിയ നൂരിയ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ജാമിയ പ്രസ്ഥാനത്തിന്റെ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനഹൃദയങ്ങളിൽ അതിനെ നമുക്ക് നിലനിർത്തുക എന്നുള്ളതാണ്. മറ്റു പല സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതന്നായിരിക്കും അവർക്ക് ശ്രദ്ധിക്കേണ്ടി വരിക. അപ്പൊ അവർ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. എന്നാൽ ജാമ്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് ഒരാളെ നമ്മൾ ചുമതലപ്പെടുത്താറില്ലല്ലോ. ജാമ്യയുടെ ആളാരാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അതിന്റെ ആൾക്കാരാണ്. കേരളീയ മുസ്ലിം സമൂഹം മുഴുവൻ ജാമ്യയുടെ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഒരാളൊന്നും മുമ്പിലൊന്നും പ്രവർത്തിക്കാറില്ല. എന്നാൽ എല്ലാവരും പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവരുടെയും ആ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായിട്ടാണ് നമ്മുടെ സമ്മേളനത്തെ നമുക്ക് നടത്തുവാൻ സാധിക്കുന്നത്. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജോയിന്റ് സെക്രട്ടറി AT അബ്ദുള്ള മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഈ സമൂഹം ഒന്നടങ്കം ഇതിനു വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സമ്മേളനത്തിൻ്റെ കാര്യമാണ് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ പട്ടിക്കാട് സമ്മേളനം. പട്ടിക്കാട് കോളേജിൻ്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇന്നത് കേരളത്തിൻ്റെ ഒരു ആഘോഷമായി മാറി. സ്ഥലം പോരാ, നമുക്ക് സമ്മേളനം നടത്താൻ സ്ഥലം പോരാ. അപ്പോൾ അത് നമ്മൾ വളരെ ആലോചിച്ച് ഇത് എങ്ങനെ പരിഹരിക്കപ്പെടും
എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് അതിനുള്ള ഏതെല്ലാം മാർഗങ്ങളുണ്ടെങ്കിൽ ആ മാർഗങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി കൂടുതൽ സ്ഥലം സൗകര്യപ്പെടുത്താൻ വേണ്ടിയുള്ള പണികളൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ടി വരും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സമസ്ത വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ, കെ ഹൈദർ ഫൈസി പനങ്ങാങ്ങര, പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ, BSK തങ്ങൾ എടവണ്ണപ്പാറ, മൊയ്തീൻ ഫൈസി പുത്തനഴി, പഴേരി ഷെരീഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കെ ആലിക്കുട്ടി മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ, കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ രക്ഷാധികാരികളായുള്ള സംഘാടക സമിതിക്ക് രൂപം നൽകി. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് സ്വാഗത സംഘം ചെയർമാൻ. P അബ്ദുൽ ഹമീദ് MLA ആണ് ജനറൽ കൺവീനർ. ഇബ്രാഹിം ഫൈസി തിരൂർക്കാടിനെ വർക്കിംഗ് കൺവീനറായും ഏലംകുളം ബാപ്പു മുസ്ലിയാരെ ട്രഷറർ ആയും തെരഞ്ഞെടുത്തു. വിവിധ സബ് കമ്മിറ്റികളെയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മണ്ണാർക്കാട് മണ്ഡലം കൺവെൻഷൻ നവംബർ 20 ബുധനാഴ്ച 2:30 മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ നടക്കും. മണ്ഡലത്തിലെ 14 യൂണിറ്റുകളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാൻ കുത്തകകൾക്ക് എല്ലാ വ്യാപാര ആനുകൂല്യങ്ങളും അനുവദിക്കുന്ന സർക്കാരുകൾക്കെതിരെയും റോഡുകൾ കയ്യേറി വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന തെരുവോര കച്ചവട മാഫിയകൾക്കെതിരെ നടപടികൾ എടുക്കാത്ത ഉദ്യോഗസ്ഥ മേധാവിത്വങ്ങൾക്കെതിരെയും ശക്തമായ സമരങ്ങളുമായി യുവജന വിഭാഗം രംഗത്തിറങ്ങും. നൂറുകണക്കിന് സ്ഥാപനങ്ങൾ വ്യാപാര മാന്ദ്യം കാരണം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് വിംഗ് കൺവെൻഷൻ. 20/11/2024 ഉച്ചയ്ക്ക് 2:30 മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ വെച്ച് മണ്ഡലം യൂത്ത് വിംഗിൻ്റെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. വിവിധ യൂണിറ്റുകളിൽ നിന്നായി മണ്ണാർക്കാട് മേഖലയിൽ ഏകോപന സമിതിക്ക് 14 യൂണിറ്റുകളാണുള്ളത്. നമ്മുടെ കോട്ടത്തറ മുതൽ എടത്തനാട്ടുകര നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളിൽ നിന്നായി 250-ൽ അധികം പ്രതിനിധികൾ വ്യാപാര ഭവനിലെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. ഞങ്ങളുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിലാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ ഒരു കൺവെൻഷൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വ്യാപാര മേഖല ഇന്ന് നേരിടുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്. നിരവധി യുവാക്കൾ വ്യാപാര രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ കൂടി അവർക്കൊന്നും ആ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലല്ല ഇപ്പോഴത്തെ നിയമങ്ങളും മറ്റ് അധികാരികളുടെ ഇടപെടൽ. വിവിധ ലൈസൻസുകൾ എടുത്ത് വിവിധ ടാക്സുകൾ അടച്ച് നിയമാനുസൃതമായി വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിലവിലെ സാഹചര്യമുള്ളത്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നേരിടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കൺവെൻഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ മണ്ണാർക്കാട്ടെയും അതുപോലെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ നല്ലവരായ ജനങ്ങളുടെയും സഹകരണവും അതുപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും ഈ ഒരു കൺവെൻഷന് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ, ജനറൽ സെക്രട്ടറി ബാബു മൈക്രോടെക്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ യൂണിയൻ, കൃഷ്ണദാസ് സിഗ്നൽ, ജയശങ്കർ, ഉണ്ണി ഐക്കയർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് മൈലാഞ്ചി മൊഞ്ചിൻ്റെ മെഹന്തി ഫെസ്റ്റും മെഗാ തിരുവാതിരക്കളിയും വിസ്മയമായി. ആനമങ്ങാട് AUP സ്കൂളിലാണ് മൈലാഞ്ചി ഇടൽ മത്സരവും മെഗാ തിരുവാതിരക്കളിയും നടന്നത്. ആനമങ്ങാട് നടക്കുന്ന CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ആനമങ്ങാട് AUP സ്കൂൾ അങ്കണത്തിൽ മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ ആനമങ്ങാട് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മെഹന്തി ഫെസ്റ്റ് നടന്നത്. പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ മെഹന്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതകൾക്കും കുട്ടികൾക്കുമായി ഒരു മൈലാഞ്ചിടൽ മത്സരമാണ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് പേര് ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട്
മൈലാഞ്ചിയിടൽ മത്സരം ഒരു വൻ വിജയമാക്കി തീർക്കാൻ മഹിളാ അസോസിയേഷന് സാധിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഗിരിജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഇ രാജേഷ്, പി ഗോവിന്ദപ്രസാദ്, യു അജയൻ, ഇ വി ശങ്കരനാരായണൻ, കെ പ്രേംകുമാർ, പി ടി ശ്രീലത, അനിത കുറുപ്പത്ത്, കെ ടി അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടുത്തെ ആനമങ്ങാട് വെച്ച് നടക്കുന്ന ഏരിയ സമ്മേളനത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ തന്നെയാണ് നടന്നു കഴിഞ്ഞത്, ഇനി നടക്കാൻ പോകുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് വനിതകൾക്കുള്ള തിരുവാതിരക്കളി മത്സരം വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് നടന്നത്. ധാരാളം പേര് അതിൽ പങ്കെടുത്തു, വിജയികളായിട്ടുണ്ട്. ഇന്ന് അതിൽ വ്യത്യസ്തമായിട്ട് മൈലാഞ്ചി ഫെസ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം പേരാണ് അതിൽ പങ്കെടുക്കുന്നത്. കുട്ടികളും ചെറിയ കുട്ടികളടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കൗതുക കാഴ്ച തന്നെയാണ്. വളരെ മൈലാഞ്ചിയിടൽ മത്സരത്തിൽ 35 ടീമുകൾ പങ്കെടുത്തു. 6 വയസ്സുകാരി ശിഖ അമ്മ രാജശ്രീയുടെ കയ്യിൽ മൈലാഞ്ചിയിട്ട് മത്സരത്തിൽ പങ്കെടുത്തത് മെഹന്തി ഫെസ്റ്റിൽ പ്രത്യേകം ശ്രദ്ധ നേടി. മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായ കെ ടി റീന, കെ റഫീഖ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഷിംന, തഹസീന ആനമങ്ങാട് എന്നിവർ മൈലാഞ്ചിയിടൽ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. റിയ, ഷിബില ആനമങ്ങാട്, മുഹസിന, അതുല്യ മണ്ലായ എന്നിവർ 2ാം സ്ഥാനം പങ്കിട്ടു. നസ്രിയ, നന്ദ തെക്കേപ്പുറം, അനഘ, ദിവ്യ എന്നിവർ 3ാം സ്ഥാനവും പങ്കിട്ടു. വ്യത്യസ്തങ്ങളായ കലാകായിക സാംസ്കാരിക പരിപാടികളാണ് CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്നതെന്ന് ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പറഞ്ഞു. എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇവിടെ ആനമങ്ങാടും അതുപോലെ തന്നെ ഏരിയയിലെ 13 ലോക്കൽ കമ്മിറ്റികളിലും വിവിധങ്ങളായിട്ടുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ട്. അതുപോലെ കലാകായിക രംഗത്തുള്ള മത്സരങ്ങൾ, ഇന്ന് ബാഡ്മിൻ്റൺ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ തൊട്ടടുത്ത ദിവസം നടക്കാൻ പോവുകയാണ്. അതുപോലെ ഷൂട്ടൗട്ട് മത്സരം 2 ദിവസങ്ങളിലായി ഈ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും ടച്ച് ചെയ്തുകൊണ്ട് നടക്കാൻ പോവുകയാണ്. അതുപോലെ തിരുവാതിരക്കളി ഇന്ന് വൈകുന്നേരത്ത് മെഗാ തിരുവാതിരക്കളി നടക്കുകയാണ്. നേരത്തെ അതിൻ്റെ മത്സരം കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ ഇവിടെ മൈലാഞ്ചിയിടൽ മത്സരം നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കലാരംഗത്തും കായിക രംഗത്തും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആനമങ്ങാട് UP സ്കൂൾ മൈതാനിയിൽ നടന്ന മെഗാ തിരുവാതിരക്കളിയിൽ വനിതകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പരം മതേതരത്വവും നസിച്ചിടും ധരാതലം പരന്ന സംസ്കൃതിക്കമർത്യലോകതുല്യമാകുമീ വരിഷ്ഠമാം സ്വതന്ത്ര ഭാരതം സ്വതന്ത്ര ഭാരതം ജയിക്ക നിത്യവും സ്വതന്ത്ര ഭാരതം ജയിക്ക നിത്യവും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും എഴുത്തുകാരിയുമായ പ്രവീണ മെഗാ തിരുവാതിരക്കളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CT ഗീത പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം തിരുവാതിരക്കളി മത്സരവും സംഘടിപ്പിച്ചിരുന്നു. നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിലാണ് ആനമങ്ങാട് CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം നടക്കുന്നത്. വൈവിധ്യമുള്ള പരിപാടികൾ നടത്തി ആണ് സമ്മേളനത്തിലേക്ക് വരുന്നത്. 29-ന് ദീപശിഖയും പതാകയും കൊടിമരവും വഹിച്ചുകൊണ്ടുള്ള ജാഥ വൈകുന്നേരത്ത് ആനമങ്ങാട് എത്തും. അതോടുകൂടി സമ്മേളനത്തിനുള്ള പതാക ഉയരും. 1-ാം തീയതിയാണ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനവും ചേരുന്നത്. അതിൽ പാർട്ടിയുടെ PB അംഗം A വിജയരാഘവൻ സഖാവ്, അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സ്വരാജ് സഖാവ് ഇവരൊക്കെ പങ്കെടുക്കും. പിന്നെ ജില്ലാ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് മുന്നോടിയായി മാധ്യമങ്ങൾ കാണാത്ത ഇന്ത്യ എന്ന വിഷയത്തിൽ ഒറ്റപ്പാലത്ത് സംവാദം സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് മുന്നോടിയായാണ് മാധ്യമങ്ങൾ കാണാത്ത ഇന്ത്യ എന്ന വിഷയത്തിൽ ഒറ്റപ്പാലത്ത് സംവാദം സംഘടിപ്പിച്ചത്. CSN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. KA നിതിനാഥ് മോഡറേറ്ററായി. നഗരസഭാ അധ്യക്ഷ K ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. KC ജിതിൻ സ്വാഗതവും ശ്രീവ്യാസൻ നന്ദിയും പറഞ്ഞു. 2025 ജനുവരി 9, 10, 11, 12 തീയതികളിലായി ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിലാണ് ചലച്ചിത്രോത്സവം നടക്കുന്നത്.
ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിടം മുൻ MP കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അയ്യൻകുളങ്ങര ക്ഷേത്രം റോഡിലാണ് പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത്. ാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത്. ഇക്കാലയളവിൽ സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ സംഘത്തിന് സാധിച്ചു. അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള മികച്ച സേവനം നടത്തുക എന്ന ലക്ഷ്യത്തിനായുള്ള യാത്രയിലാണ് സംഘം വിപുലമായ സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറിയത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ മുൻ MP കെ മുരളീധരൻ നിർവഹിച്ചു. കേരളത്തിലെ സഹകരണ മേഖല തകരാൻ പാടില്ലെന്നും അതിന് രാഷ്ട്രീയ ഭേദമന്യേ പരസ്പര സഹകരണം ആവശ്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിൻ്റെ പുതിയ കെട്ടിടം നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തായി സസന്തോഷം അറിയിക്കുക. അതിലേറെ സന്തോഷമുള്ളത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തൊരു സ്ഥാപനം ഇന്ന് സ്വന്തമായി ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇരട്ടി മധുരമാണ് ഇന്നുള്ളത്. അതോടൊപ്പം തന്നെ ശ്രീ സന്ദീപ് വാര്യർ കൂടെ പങ്കെടുക്കുന്ന ചടങ്ങാകുമ്പോൾ അതിൻ്റെ മധുരം അതിൻ്റെ ഇരട്ടിയാകും. അതായത് നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു പ്രത്യേകതയുള്ളത് എല്ലാ പ്രദേശങ്ങളിലും സഹകരണ പ്രസ്ഥാനം ആഴത്തിൽ ഇറങ്ങിച്ചെന്നത് ഇന്ത്യയിൽ കേരളത്തിലാണ്. ഇപ്പോൾ ഒരു പ്രദേശത്തെ ഒരു ബാങ്ക്, ഇപ്പോൾ ഈ ബാങ്കിനെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ബാങ്കുകളെ അതാത് ബാങ്കുകളെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. അങ്ങനെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം. MKS രാമൻ, മേലേക്കളം കൃഷ്ണൻ നായർ എന്നിവരുടെ ഫോട്ടോ സന്ദീപ് വാര്യർ, P ഹരിഗോവിന്ദൻ, സുരേഷ് തെങ്ങിൻതോട്ടം എന്നിവർ ചേർന്ന് അനാച്ഛാദനം ചെയ്തു. സംഘം പ്രസിഡന്റ് VK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P ഗിരീശൻ, S മോഹനൻ എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടികൾ നടന്നത്. തുടർന്ന് സഹകരണ സംഘം ഓഫീസിൽ നടന്ന പരിപാടിയിൽ സ്ട്രോങ് റൂം ഉദ്ഘാടനം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ P ഉദയൻ നിർവഹിച്ചു. കുടുംബത്തിനൊരു കൈത്താങ്ങ പദ്ധതിയുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് രജിസ്ട്രാർ വിമല, നിക്ഷേപക സമാഹരണം സ്പെഷ്യൽ ഗ്രേഡ് ഓഫീസർ ബിജു M ജേക്കബ്, വായ്പാ വിതരണം സംഘം വൈസ് പ്രസിഡന്റ് VN കൃഷ്ണൻ എന്നിവർ നിർവഹിച്ചു. വാണിജ്യ വാർത്തകൾ. ചെർപ്പളശ്ശേരിയിലെ സൈനറ്റ് IT സൊല്യൂഷൻസ് ഇനി പുതിയ വലിയ ഷോറൂമിൽ. സ്ഥാപനത്തിന്റെ വിപുലീകരിച്ച ഷോറൂം ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെറുപ്പുളശ്ശേരി പട്ടാമ്പി റോഡിൽ 2 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സൈനറ്റ് IT സൊല്യൂഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂമാണ് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ ബറോഡ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ അബ്ദുൽ ജലീൽ സക്കാഫിയുടെ സാന്നിധ്യത്തിൽ പ്രമുഖ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി സൽമാൻ കുറ്റിക്കോട് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
IT മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സൈനറ്റ് IT സൊല്യൂഷൻസിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രമുഖ ബ്രാൻഡുകളുടെ യൂസ്ഡ് ലാപ്ടോപ്പുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ 2 മാസത്തെ വാറന്റിയോടും 1 വർഷത്തെ സർവീസ് വാറന്റിയോടും കൂടി സൈനറ്റ് IT സൊല്യൂഷൻസിൽ ലഭ്യമാണ്. കൂടാതെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം ഡെസ്ക്ടോപ്പ് പീസുകൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യവും സൈനറ്റ് IT സൊല്യൂഷൻസ് ഒരുക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാവിധ സർവീസുകളും ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉത്തരവാദിത്തത്തോടുകൂടി സൈനറ്റ് IT സൊല്യൂഷൻസിൽ ചെയ്തു കൊടുക്കും. കൂടാതെ എല്ലാവിധ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആക്സസറീസുകളും സ്പെയർ പാർട്സുകളും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. ബജാജ് EMI സൗകര്യത്തിലൂടെ തവണ വ്യവസ്ഥയിൽ ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാനുള്ള അവസരവും സൈനറ്റ് IT സൊല്യൂഷൻസിൽ ലഭ്യമാണ്. ഹൈ ക്വാളിറ്റിയിലുള്ള CCTV ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സൈനറ്റ് IT സൊല്യൂഷൻസ് 2 വർഷത്തെ വിജയകരമായ സേവനങ്ങൾക്കു ശേഷം വിപുലീകരിച്ച വലിയ ഷോറൂം ഒറ്റപ്പാലം റൂട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും ലഭ്യമാണ്. അതുപോലെ തന്നെ IT സംബന്ധമായിട്ടുള്ള എല്ലാ ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ്. പോരാത്തതിന് CCTV ഫിറ്റിംഗ്സ് ആൻഡ് ആക്സസറീസ് ഇവിടെ ലഭ്യമാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ യൂസ്ഡ് ലാപ്ടോപ്പുകൾ 2 മാസത്തെ വാറൻറ്റിയോട് കൂടിയും 1 വർഷത്തെ സർവീസ് വാറൻറ്റിയോട് കൂടിയും ലഭ്യമാക്കുന്നതാണ്. കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഡെസ്ക്ടോപ്പുകളും ഗെയിമിംഗ് PCകളും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശത്തോടെ പ്രചാരണം അവസാനിപ്പിച്ച് മുന്നണികൾ. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. വോട്ടെടുപ്പ് ബുധനാഴ്ച. കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരു വേദിയിൽ. ശ്രീകൃഷ്ണപുരത്താണ് ഇരുവരും ഒരുമിച്ച് വേദി പങ്കിട്ടത്. സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ ചേർത്ത് പിടിക്കുമെന്ന് കെ മുരളീധരൻ. താനേറെ ബഹുമാനിക്കുന്ന നേതാവാണ് കെ മുരളീധരനെന്ന് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം മുൻകൂട്ടി പ്ലാൻ ചെയ്തതെന്നാണ് വ്യക്തമാക്കുന്നതെന്ന് തച്ചനാട്ടുകരയിലെ BJP നേതൃത്വം. സന്ദീപിന്റെ കെട്ടിടത്തിൽ നിന്നും BJP ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. ചെർപ്പശ്ശേരി മാങ്ങോട് വീട്ടമ്മ കുത്തേറ്റ് മരിച്ചു. പൊന്നാനി പെരുമ്പടപ്പ് സ്വദേശി 50 വയസ്സുള്ള സുനിതയാണ് മരിച്ചത്. സുനിതയെ കുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് സത്യൻ പോലീസ് കസ്റ്റഡി. വണിയംകുളം പനയൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം. വാഹനയാത്രക്കാർക്കും തെരുവുനായ്ക്കൾ ഭീഷണിയാകുന്നു. സ്കൂൾ വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്നത് പേടിയോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇനി കാണാം ഷോർട്ട് ന്യൂസ്.